ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ദീപികയുമായി വളരെ അടുത്ത ഒരു ബന്ധം വെച്ച് പുലർത്തുന്നയാളാണ് ഞാൻ. അത് മന്ത്രി എന്ന ചുമതല വന്ന ശേഷമല്ല, അതിനു മുമ്പും ദീപികയുമായി നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്നു. 139 വർഷമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലമല്ല. ദീപികയുടെ 139ാം ജന്മദിനം ആഘോഷിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. 1887 ഏപ്രിൽ മാസം 15 കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ദീപിക നമ്മുടെ സംസ്ഥാനത്തെ മുൻനിര മാധ്യമങ്ങളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. വ്യത്യസ്ത മാധ്യമ മേഖലയിലെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രസിദ്ധീകരണമായി ദീപിക മാറിയതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. ഏറെ പ്രചാരമുള്ള, വായിക്കപ്പെടുന്ന ഒരു ദിനപത്രത്തിലേക്ക് ഘട്ടം ഘട്ടമായുള്ള ദീപികയുടെ വളർച്ച, അത് ഏവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ദക്ഷിണേന്ത്യയിലെ ഹിന്ദുവും ദീപികയുമാണ് 1.5 നൂറ്റാണ്ടിലേക്കുള്ള പ്രയാണത്തിലുള്ള 2 പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ. കേരളത്തിൻ്റെ മാധ്യമ മേഖലയിൽ ശ്രദ്ധേയമായ സ്ഥാപനം എന്നുള്ള നിലയിൽ ദീപികയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. 1927 ദീപിക ദിനപത്രമായി മാറിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളിലും കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദീപിക ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതിക വിദ്യ വികാസത്തിൻ്റെ സാധ്യതകളെ വളരെ ഫലപ്രദമായി ദീപിക ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ വ്യാപനം, പേപ്പർ സംവിധാനം, ഓൺലൈൻ റീഡിംഗ്, ഇതൊക്കെ ശക്തിപ്പെട്ടു വരികയാണ്. അച്ചടി മാധ്യമങ്ങൾ ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ട്. ദിനപത്രങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം വല്ലാതെ കുറയുന്നുണ്ട്. ഇനി ദിനപത്രങ്ങൾ വായിക്കുന്നവർ തന്നെ ആയിക്കൊള്ളട്ടെ, അതിൽ വലിയൊരു ശതമാനം തലക്കെട്ട് മാത്രം വായിക്കുന്നു. പേപ്പർ, ഓൺലൈൻ റീഡിംഗ് വലിയ നിലയിൽ വർദ്ധിച്ചു. അതിലൂടെ മാത്രം പത്രവായന നടത്തുന്ന ആളുകളുടെ എണ്ണം ഇന്ന് മെജോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാലത്ത് ഇതിനെ ആദ്യം തന്നെ മനസ്സിലാക്കി ഇടപെട്ട ഒരു സ്ഥാപനമാണ് ദീപിക. ഇന്റർനെറ്റ് വ്യാപനത്തിന്റെ ഭാഗമായി ഓൺലൈൻ പോർട്ടലിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീപിക തുടക്കത്തിലെ ആ മേഖലയിൽ സാന്നിധ്യം ഉറപ്പിച്ചു. മറ്റു പലരും ഇത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ദീപിക ഇത് ആലോചിച്ചു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. കാലത്തിന്റെ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചടുലമായി ഇടപെടാനും ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകുവാനുമുള്ള ദീപികയുടെ മാനേജ്മെന്റിന്റെയും മാധ്യമ പ്രവർത്തകരുടെയും നീക്കത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദീപിക അതിന്റെ വാർത്താവിന്യാസത്തിന് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. പ്രത്യേകിച്ചു കാർഷിക മേഖല. കാർഷിക മേഖലയെ അടർത്തിക്കൊണ്ടൊരു കേരളമില്ല. കാർഷിക മേഖലയിൽ കർഷക താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിനും നിരന്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനും ദീപിക ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില തെറ്റായ നയങ്ങൾ, ചില തെറ്റായ അപകടകരമായ കരാറുകൾ നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അവയെ തുറന്നു കാണിക്കുവാനും കാർഷിക മേഖല ഈ നവ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാലത്ത് നേരിടുന്ന പ്രതിസന്ധികളെ ജനങ്ങളിലെത്തിക്കാൻ ദീപിക ഇനിയും ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന്, വന്യജീവി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വന്യജീവി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. സംസ്ഥാന സർക്കാർ അതിൽ ഫെഡറൽ സംവിധാന തത്വങ്ങളുടെ രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സാധ്യമാകുന്ന നിലപാട് സ്വീകരിച്ചത് നമുക്കൊക്കെ അറിയാം. ദീപിക
ആ വിഷയത്തിൽ മലയോര ജനതക്കൊപ്പം നിലകൊണ്ട് വലിയ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. പട്ടയ വിഷയത്തിൽ, മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ജനങ്ങൾ നേരിടുന്ന പട്ടയ വിഷയത്തിൽ ദീപിക എടുത്തിട്ടുള്ള നിലപാട് നമുക്കറിയാവുന്നതാണ്. സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട്, സർക്കാരിനെ സഹായിച്ചുകൊണ്ട് ദീപിക ഇത്തരം വിഷയങ്ങളിൽ മുന്നോട്ട് പോയി എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ ഉൾപ്പെടുത്തി അത് ഉയർത്തിപ്പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ദീപിക മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വളരെ ഗൗരവമേറിയ കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകം ഒരു വല്ലാത്ത അപകടകരമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. മനുഷ്യന്റെ ജീവൻ തന്നെയാണ് ഏറ്റവും വലിയ നിലയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾ ലോക സമാധാനത്തെ തന്നെ തകർക്കും. അത് വലിയ നിലയിൽ ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളിപ്പോൾ പലരുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ രാജ്യങ്ങളിലും ജീവിക്കുന്ന മലയാളികളും മറ്റും അതിൻ്റെ പ്രയാസം പറയുന്നത് നമുക്കറിയാം. എത്രയും വേഗം ലോകം സമാധാനത്തോടൊപ്പം നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ രാജ്യത്തും ആ നിലയിലുള്ള പല വിഷയങ്ങളും പ്രയാസങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കൂട്ടായി മനുഷ്യരെല്ലാം ഒന്നിപ്പിച്ചു നിർത്തി മതനിരപേക്ഷ ഇന്ത്യ എന്ന ഭരണഘടനയുടെ കാഴ്ചപ്പാടിനെ സംരക്ഷിച്ചു പോകാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ വിശ്വാസത്തെ മുൻനിർത്തി രാജ്യത്ത് ജീവിച്ചു പോകുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് നമ്മൾ ഒന്നിച്ചു മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിൻ്റെ കാര്യം പറഞ്ഞു. ഈ 6-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള സന്തോഷകരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. അത് പറയുമ്പോൾ മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെ ഉള്ള റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമെന്ന സന്തോഷകരം കൂടി പ്രത്യേകം അറിയിക്കുകയാണ്. വെള്ളിമാടുകുന്ന് മുതൽ മാനാഞ്ചിറ വരെയായിരുന്നു ആ പദ്ധതി. അപ്പോഴാണ് മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെ ദേശീയപാത പദ്ധതി വന്നത്. സ്വാഭാവികമായും ഭരണഘടന പ്രകാരം ദേശീയപാതയുടെ ഒരു പദ്ധതിയുള്ള ഒരു റോഡിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള ഭാഗം മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെയുള്ള ദേശീയപാതയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം പ്രവൃത്തി നടത്താനാകാത്ത സ്ഥിതിയുണ്ടായി. സർക്കാരിന് മുന്നിൽ പിന്നെ 2 വഴികളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം കിട്ടണം, അതിനുവേണ്ടി കാത്തു നിൽക്കുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി, മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള ഭാഗത്തിൻ്റെ അംഗീകാരത്തിന് കാത്തു നിൽക്കുന്ന അതേ സമയം മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെയുള്ള ഭാഗത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് എത്രയും വേഗം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. രണ്ടാമത്തെ വഴിയാണ് സ്വീകരിച്ചത്. കാരണം എത്രയും വേഗത്തിൽ റോഡുകൾ വരിക എന്നുള്ളതാണ് ശരി. മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെയുള്ള പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിലും മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ളതിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അപ്പോൾ ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ആ ഭാഗം കൈയൊഴിഞ്ഞു എന്നൊക്കെ. അപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ഒരിക്കലും കൈയൊഴിഞ്ഞിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവൃത്തിയിൽ പെടുന്നത് കൊണ്ട് തന്നെ അത് വിട്ടുതരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല വിമർശനങ്ങളും അതിൻ്റെ ഭാഗമായി പല കുപ്രചരണങ്ങളും നടന്നിരുന്നു. പക്ഷേ അന്ന് സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഈ 6-ാം തീയതി മാനാഞ്ചിറ മുതൽ മലാപ്പുറം വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നായിരിക്കാം ചിലപ്പോൾ മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം മാത്രമേ നടത്താൻ വേണ്ടി പറ്റുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. എപ്പോഴും ഒരു മന്ത്രിസഭയോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ ഇത്തരം വിഷയങ്ങളിൽ ജനതാൽപര്യം സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നിലപാടെടുക്കുക. ഒരു റോഡ് വളരെ നേരത്തെ തന്നെ നാടിന് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സാധിക്കുമ്പോൾ അതിനെ ഗുണഭോക്താക്കളാകുന്നത് നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. ഗതാഗത കുരുക്ക് മൂലം വീർപ്പുമുട്ടുന്ന കോഴിക്കോട് നഗരത്തിന് ആശ്വാസമാണ് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ബൈപ്പാസ്.
അതുപോലെ തന്നെ ആശ്വാസമാണ്. മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡ് വലിയ നിലയിലേക്ക് ഒരു വലിയ ഹൈവേ പോലെ മാറിത്തീരുന്നത് അത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അത് ഈ കോഴിക്കോടിൻ്റെ സ്വപ്നമാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ സംസാരം അവസാനിപ്പിക്കാൻ നേരത്തെ അദ്ദേഹത്തെ കൂടി കണ്ടപ്പോഴാണ് വീണ്ടും അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചത്. കോഴിക്കോട്ട് കണ്ണായ 12 സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകൾ 24 മീറ്ററാക്കി നവീകരിക്കാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. കനാൽ സിറ്റി എന്ന സങ്കല്പം കഹോളം മുതൽ ബേക്കൽ വരെയുള്ള കനോലി കനാൽ ഉൾപ്പെടുന്ന കേരളത്തിലാകെയുള്ള ജലഗതാഗത പാത യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പാരീസ് നഗരത്തിൽ പോയവർക്കറിയാം, നഗരഹൃദയത്തിലൂടെ ഒരു കനാലുണ്ട്. ആ കനാലിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാം, ചരക്ക് ഗതാഗതം പോകും. ആ കനാലിൽ ഫുഡ് സ്ട്രീറ്റ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. കുടുംബമായി യാത്ര ചെയ്യാം. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നു. നഗരത്തിലെ റോഡ് ട്രാഫിക് പ്രശ്നം കാരണം വാഹനമെടുക്കാതെ സഞ്ചരിക്കാനാകും. അതിന് സമാനമായി എരഞ്ഞിക്കൽ മുതൽ ഫറോക്ക് വരെ വാട്ടർ ട്രാൻസ്പോർട്ട് സംവിധാനം വരുന്ന, ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന, ചരക്ക് ഗതാഗതം അതിലൂടെ പോയി റോഡിനെ കൂടുതൽ ഫ്രീ ആക്കാൻ സാധിക്കുന്ന കനാൽ സിറ്റിക്ക് കോടിക്കണക്കിന് രൂപ ഫണ്ട്, 1000 കോടിയിലധികം രൂപ ഫണ്ട് അനുവദിച്ച സന്തോഷ വിവരവും നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം അധികം വൈകാതെ നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ വരുമ്പോൾ ന്യൂഡൽഹി ആയതുപോലെ കാലിക്കറ്റ് ഒരു ന്യൂ കാലിക്കറ്റായി മാറും എന്ന സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനൊക്കെ ദീപികയുടെയും മറ്റു മാധ്യമങ്ങളുടെയും എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.